പഠിച്ച് 18 നോക്കിയിട്ടും കുട്ടികൾക്ക് ഇത് കുടിക്കാൻ ഒരു കൂട്ടുണ്ടായിരുന്നില്ല. കഷായം കുടിക്കുന്നതിന് തുല്യമായിരുന്നു കേട്ടോ അവർക്ക് ഇത് കുടിക്കാന്ന് പറഞ്ഞത്. ABC ജ്യൂസിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. സ്കിൻ ഗ്ലോ ആവുന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ എവിടെ കേൾക്കാൻ. ലാസ്റ്റ് ഇതാ ഈ രീതിയിലാണ് ഞാൻ ചെയ്തത്. ആപ്പിളൊക്കെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു. പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും നന്നായിട്ട് തന്നെ ഉണക്കിയെടുത്തിട്ട് ഒരു 5-6 ദിവസം എടുത്തിട്ടോ ഇതൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇതാ മക്കാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഇതാ ഇതുപോലെ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ബദാം, കാഷ്യൂസ്, പിസ്ത ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ചുക്ക് ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ദാ ഇതുപോലെ അപ്പത്തിക്കായിട്ട് ഇടിയപ്പത്തിക്കും ഒക്കെ ചേർത്തിട്ടാട്ടോ ചെയ്ത് കൊടുക്കാറ്. നമ്മുടെ സീയപ്പത്തിലേക്കാണ് ഞാനിപ്പോൾ ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ ചുട്ടെടുത്താലുണ്ടല്ലോ അവർ ഇഷ്ടത്തോടെ കഴിക്കും. ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വെറുതെ കഴിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ആ അപ്പം ചുട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് കൊടുത്താലും അവർ ഇഷ്ടത്തോടെ തന്നെ കുടിക്കാറുണ്ട്. ഇത്രയും റിസ്ക് എടുത്ത് ഇത് ഉണ്ടാക്കാൻ മടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഫിറ്റ് ആൻഡ് ഫുഡ് തമ്മിലിൻ്റെ പ്രീമിയം ABC മാൾട്ട് പൗഡർ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതേ സെയിം ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് സോളാറിൽ നല്ല ഹൈജീനിക് ആയിട്ട് ഉണക്കിയെടുത്തിട്ടാണ് അവരിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വാങ്ങിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ലിങ്ക് വേണ്ടൊരു ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യും.